സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പ വെച്ച് ഒരു വിഭവം ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇത് 250 ഗ്രാം കപ്പയാണുള്ളത്. ഇത് തോല് പൊളിച്ച് കഴുകി വൃത്തിയാക്കി ഇതൊന്ന് മുറിച്ചിടാം. ഇത് മുറിച്ച ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പയുടെ മുകൾ ഭാഗം വരെ വെള്ളമൊഴിച്ചു കൊടുക്കാം. എത്ര കപ്പയുണ്ടെങ്കിലും അതിൻ്റെ മുകൾ ഭാഗം വരേക്കും വെള്ളമൊഴിച്ചു കൊടുക്കണം. എന്നാലാണ് നല്ലതുപോലെ വേവുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി ഒരു മുട്ട എടുത്ത് പൊട്ടിച്ച് പാത്രത്തിലൊഴിച്ച് അതിലേക്ക് 1 നുള്ള് ഉപ്പും 2 നുള്ള് കുരുമുളകും ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി മാറ്റി വയ്ക്കാം. ഇത് കപ്പ ആയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കപ്പ നല്ലതുപോലെ വെന്ത ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞതാണ് ഇത്. കപ്പ വെന്ത് കഴിഞ്ഞാൽ ചൂടോടുകൂടി ഉടച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 നുള്ള് കടുകും ഇട്ട് കൊടുക്കാം. ഇനി ഒരു കല്ലിൽ 2-3 വറ്റൽമുളകും 5-8 വെളുത്തുള്ളിയും 3-4 ചെറിയ ചുവന്നുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ചതക്കിയ സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാളയും 3 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം.
ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുത്താലേ അതിന് സ്വാദുണ്ടാവുകയുള്ളൂ. ഇത് വഴന്നു കഴിഞ്ഞാൽ ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങളുമിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ വഴന്നു വന്നാൽ ഇതിലേക്ക് നേരത്തെ ഇളക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇതിൽ കിടന്ന് വെന്ത ശേഷം വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇത് വൈകുന്നേരത്തെ ചായക്ക് കടിയായോ കഞ്ഞിക്ക് കറിയായോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. കപ്പ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സൂപ്പർ വിഭവമാണ്. ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കണം. ചില സ്ഥലങ്ങളിൽ ഈ മുട്ടക്കപ്പ ഒരു വിശിഷ്ട വിഭവമാണ്. നിങ്ങളും ഒന്ന് മറക്കാതെ ഇതുണ്ടാക്കി നോക്കണം. ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.